മുജാഹിദ് ഇപ്പൊ പുതിയ ചരിത്രം കുറിക്കുന്നത് എന്താണെന്നറിയോ? ഇയാൾ പറയുന്നു റബീഉൽ അവ്വൽ മാസത്തിൽ അല്ല, റമളാൻ മാസത്തിലാണ്. ബാലുശ്ശേരി പറയുന്നത് വെച്ചുകൊടുത്താ നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബി ആയത് റമളാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം മൂപ്പര് വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുത്ബയാണ്. ഓല ഖുത്ബയിലുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ. മൂപ്പരനെ അങ്ങനെ ചോദിക്കാം, അല്ലേ അല്ലേ, ആർക്കും അതിനെതിരെ അഭിപ്രായം? ആരാപ്പോ ഖുത്ബന്റെ നേരത്ത് ഒക്കെ ഇരുന്ന് ഉറങ്ങല്ലേ? ആരെങ്കിലും കേൾക്കുന്നുണ്ടാവോ? അല്ല, സകല ഉറക്കത്തിലുള്ളത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പിന്നെ മൂപ്പരിങ്ങനെ പറഞ്ഞിട്ട് എന്താ? എന്നിട്ട് മൂപ്പര് വെല്ലുവിളിക്കുന്നു സദസ്സിലുള്ളവർ, ആരുണ്ട് ഈ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ? കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് 12-നാണെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. റബീഉൽ അവ്വൽ മാസത്തിലല്ല, പിന്നെ റമളാൻ മാസത്തിലാണ് റസൂലുള്ളാഹി ജനിച്ചത്. ഈ ചരിത്രത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം. എത്രയോ രാഷ്ട്രങ്ങൾ, 50ഓളം രാഷ്ട്രങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് പൊതു അവധിയായി പ്രഖ്യാപിച്ച മുസ്ലിം രാജ്യങ്ങളുണ്ട്. അല്ലാത്ത നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് തന്നെ പറയാം. ഇന്ത്യയിൽ റബീഉൽ അവ്വൽ 12 പൊതു അവധിയാണ്. ആരാ അവധി പ്രഖ്യാപിച്ചത്? VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. VP സിംഗ് മുസ്ലിം അല്ല, സുന്നി അല്ല, മുജാഹിദും അല്ല, ഒന്നുമല്ല, നമ്മളെ ജാതി തന്നെ അല്ല. പക്ഷെ അവർക്ക് വരെ അറിയാം റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ നേതാവ് മുഹമ്മദ്